ഹായ്. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം സൂര്യയുടെ ഒരു കംപ്ലീറ്റ് ഫാമിലി ഫീൽ ഗുഡ് പടം കണ്ടു. വളരെ രസകരമായിട്ടൊരു സിനിമ കേട്ടോ. ഈ സിനിമ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ആക്ച്വലി നമ്മുടെ ലാലേട്ടന്റെ ദശരഥം എന്ന് പറയുന്ന സിനിമയില്ലേ, ആ പടത്തിന്റെ ഒരു എക്സ്റ്റൻഡഡ് വെർഷൻ പോലെയാണ് എനിക്ക് ഈ സിനിമ തോന്നിയത്. അത്രയ്ക്കുണ്ട് ഈ പടം. കാരണം ഈ സൊറോഗസി മദർഹുഡ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് ആണ് ഈ സിനിമയുടെ കോർ എന്നൊക്കെ പറയുന്നത്. നല്ല രസകരമായിട്ടൊരു സിനിമ. ആൻഡ് ഒരു തമിഴ് പടം കണ്ടിട്ട് വലിയ തലവേദനയൊന്നും ഇല്ലാതെ എന്താണ് ഒരു സാറ്റിസ്ഫാക്ഷനോടെ സമാധാനത്തോടെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി പറ്റി. കാരണം സാധാരണ ഈ തമിഴ് പടങ്ങൾ കാണുന്ന സമയത്ത് ഇതിന്റെ ഒരു BGM-ഉം സൗണ്ടും ഫ്രീക്വൻസിയും കൊണ്ട് നമ്മൾ തന്നെ വല്ലാണ്ടായിട്ടുണ്ടാകും. പക്ഷെ ഈ പടം എന്ന് വെച്ചാൽ വളരെ കൂൾ ആൻഡ് കാം ആയിട്ടൊരു പടമാണ്. എക്സാക്ട്ലി ലൈക്ക് ലക്കി ഭാസ്കറുമായിട്ട് ചില കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതിലേക്ക് ഞാൻ വരാം. പിന്നെ ഈ പടത്തില് 2 മണിക്കൂർ 40 മിനിറ്റ് ആണ് ഈ പടത്തിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് എവിടെയും അങ്ങനെ വലിയ ലാഗോ ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ. അങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ പടത്തിൽ ഒരുപാട് പാട്ടും കാര്യങ്ങളൊക്കെ വരുന്നു. പക്ഷെ ഈ പടത്തിലാകെ 2 പാട്ടേ ഉള്ളൂ. ആ പാട്ടും വലിയ കുഴപ്പമില്ലാത്ത പാട്ടുകളാണ്. അതിലൊന്നും ഓൾറെഡി സൂര്യ തന്നെ പാടിയൊരു പാട്ടുണ്ട്, ഒരു കല്യാണ പാട്ട്. അതുകൂടാതെ മമിത ബൈജു സൂര്യയും കൂടി വരുന്നൊരു പാട്ട് കൂടിയുണ്ട്. അത് അത്ര വലിയ അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ എവിടെയും ആരും അങ്ങനെ വെറുപ്പിച്ചിട്ടില്ല. ഈ സിനിമയിലെ ഒരു കഥാപാത്രവും എവിടെയും വെറുപ്പിക്കാതെ എല്ലാ ആൾക്കാർക്കും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സും ഒരു മീറ്ററും അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ തന്നെയാണ് എല്ലാ കഥാപാത്രങ്ങളും പെർഫോം ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് മമിത ബൈജുവിന്റെ കഥാപാത്രം എനിക്ക് തോന്നുന്നു ഇപ്പൊ നിലവിൽ സൗത്ത് ഇന്ത്യയിൽ പോപ്പുലർ ആയിട്ടുള്ള ഏതൊരു ആക്ട്രസും അല്ലെങ്കിൽ ഈ ക്യൂട്ട്നെസ്സും ഇതൊക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ചില കഥാപാത്രങ്ങൾ ഉണ്ടല്ലോ, ആ ഒരു കാറ്റഗറിയിൽ ഏത് നായിക വന്ന് പെർഫോം ചെയ്തിരുന്നെങ്കിലും ഈ പടം വല്ലാണ്ടായി പോയേനെ. എന്ന് വെച്ചാൽ ആ കഥാപാത്രം തന്നെ ഒരുമാതിരി ക്രിഞ്ചായി പോയേനെ. പക്ഷെ മമിത വളരെ കൈയടക്കത്തോടെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്, പറയിപ്പിച്ചിട്ടൊന്നുമില്ല, നല്ല നീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ആ കഥാപാത്രം കുറച്ച് വീഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. വിച്ച് മീൻസ് അയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അയാൾ കാര്യങ്ങൾ ഇടപഴകുന്ന രീതി, കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന രീതി ഒരു കുട്ടിയെ പോലെയാണ്. അതായത് പ്രേമലൂരിൽ നമ്മൾ കാണുന്ന ഒരു കഥാപാത്രം ഉണ്ടല്ലോ, അതിന്റെ കുറച്ചുകൂടി മുതിർന്ന വേർഷനോ അല്ലെങ്കിൽ തമിഴ് വേർഷൻ എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റുന്ന ഒരു കഥാപാത്രമാണ്. പക്ഷെ ഈ പടം എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഓഡിയൻസിന് എല്ലാ ഭാഗത്തും എല്ലാ ജിയോഗ്രഫിയിലും ഇത് ഓക്കെ ആയിരിക്കും. കാരണം ആ ലെവലിലാണ് ഈ പടം ചെയ്തു വെച്ചിട്ടുള്ളത്. ക്വാളിറ്റി ഉള്ള സ്റ്റഫാണ്. എവിടെ നമുക്ക് അങ്ങനെ വെറുപ്പിക്കലായിട്ടോ അങ്ങനെയൊന്നും തോന്നുന്നില്ല. പിന്നെ സൂര്യയുടെ ക്യാരക്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ പ്രായത്തിന് അനുസരിച്ചിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളും തന്നെയാണ് അദ്ദേഹം ഡെലിവറി ചെയ്തിട്ടുള്ളത്. ഒരു കാലത്ത് മലയാളത്തിൽ റിലീസായിരുന്ന മിന്നാരം, ദശരഥം, ഈ സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ? ഒരു ഫാമിലി ഡ്രാമ ആയിരിക്കും. മിന്നാരത്തിൽ തന്നെ പുതിയൊരു കഥാപാത്രം ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ആ ഫാമിലിയിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകൾ, 2 മെയിൻ കഥാപാത്രങ്ങൾ, ഇപ്പൊ ലാലേട്ടൻ ശോഭന, അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ. അതുപോലെ തന്നെ ദശരഥ മൂവിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഈ സൊറോഗസി മദർഹുഡ്, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു കുട്ടിയെ വേണം പക്ഷെ അയാൾക്ക് കല്യാണം കഴിക്കാൻ വലിയ താല്പര്യമില്ല, ഇങ്ങനെയുള്ള ചില ചിന്താഗതികളൊക്കെ വരുന്ന സമയത്ത് ഒരു ഫാമിലി ഏത് രീതിയിലായിരിക്കും ഈ കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക, ഈ ടൈപ്പ് ഓഫ് ഒരു ഫാമിലി ഡ്രാമയുടെ ഏറ്റവും പുതിയ വെർഷൻ ആയിരുന്നു ഈ പടം. നമ്മൾ ആക്ച്വലി മലയാളത്തിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു ജോണറിലാണ് ഈ പടം വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാത്തരം ഓഡിയൻസിനും, പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസിന് ഏത് കാലഘട്ടത്തിലും കണ്ടിരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് ഈ സിനിമ തോന്നിയത്. ഈ പടത്തില് ആദ്യം സൂര്യയുടെ വീട് കാണിക്കുന്ന ഒരു ഷോട്ട് ഉണ്ട് കേട്ടോ. അത് കാണുന്ന സമയത്ത് ഞാൻ വിചാരിച്ച എന്തോ ഷോപ്പിംഗ് മാളോ മറ്റോ ആയിരിക്കുന്നതാണ്. അത്രയും വലിയ വീട്, ബ്ലഡി റിച്ച് അല്ലെങ്കിൽ ഫിൽത്തി റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ സ്റ്റോറിയാണ് ഈ പറയാൻ വേണ്ടി പോകുന്നത്. അല്ലാതെ ഈ കഞ്ഞുടിക്കാൻ ഗതിയില്ലാത്ത ആളുടെ വീടൊന്നും അല്ല. പക്ഷെ ആ കഥാപാത്രത്തിന്റെ ഒരു വെൽത്ത് അല്ലെങ്കിൽ റിച്ച്നെസ് എന്ന് പറയുന്നത് സിനിമയുടെ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ, അയാളുടെ പേഴ്സണാലിറ്റി നോക്കിക്കഴിഞ്ഞാലും, അയാൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാലും, അയാൾ വ്യക്തിബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്നത്, ആളുകളെ സഹായിക്കുന്നത്, ഇതിലെല്ലാം ആ ഒരു റിച്ച്നെസ് കാണാൻ വേണ്ടി പറ്റും. അല്ലാതെ ചില സിനിമകളിലൊക്കെ ഭയങ്കര സമ്പന്നരായിട്ടുള്ള ആൾക്കാരുണ്ടാകും, പക്ഷെ സിനിമയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവര് കുറച്ച് അല്പത്തരോ അതല്ല ഈ പൈസ കൊണ്ടുള്ള ഒരു കുന്തളിപ്പെല്ലാം കാണിക്കുമല്ലോ. ഇത് അങ്ങനെ ഒന്നുമല്ല. അതായത് പൈസ കണ്ട് വളർന്ന് അത് മാനേജ് ചെയ്ത് ചെലവാക്കി പൈസ ഏൺ ചെയ്ത് പൈസ കൊണ്ട് പൈസ ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ഇതൊക്കെ ചെയ്ത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വയസ്സായിട്ടുള്ള ഒരു സമ്പന്നനെയാണ് ഈ സിനിമയിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. അല്ലാതെ എവിടെയും ഒറ്റ രാത്രി കൊണ്ട് പൈസക്കാരനായ ഒരാളുടെ കഥയൊന്നുമല്ല. അയാൾ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്, പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, ഇതൊക്കെ ഒരു സമ്പന്നൻ എങ്ങനെയാണ് പൈസ ഒരു ടൂൾ എന്ന നിലയിൽ യൂസ് ചെയ്യുന്നത്, അത് കൃത്യമായിട്ട് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ സിനിമയില് ദുൽഖറിന്റെ ഭാസ്കർ എന്ന് പറയുന്ന കഥാപാത്രം ഒരു ലോവർ മിഡിൽ ക്ലാസ്സിൽ നിന്ന് എങ്ങനെയാണ് സമ്പന്നനായി മാറുന്നത്, അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഇൻകം അയാൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ പൈസ ഇയാളിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇയാൾക്ക് കൂടുന്ന ഒരു കോൺഫിഡൻസും, അയാൾ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യുന്ന രീതിയും, ആളുകളോട് ഇടപഴകുന്ന രീതിയും, ഇതൊക്കെ ആ ക്യാരക്ടറിന്റെ ഒരു ആർക്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ. അവിടെ നിന്ന് വിശ്വനാഥ് ആൻഡ് സൺസിലേക്ക് വരുന്ന സമയത്ത് ഫിൽറ്റി റിച്ച് ആയിട്ടുള്ള ഒരാള് പ്രോബ്ലങ്ങളെ അല്ലെ പ്രശ്നങ്ങളെ ഏത് രീതിക്കാണ് സോൾവ് ചെയ്യുന്നത്, പൈസ എങ്ങനെ ഒരു ടൂൾ ആയിട്ട് ഉപയോഗിക്കുന്നു എന്ന് കൃത്യമായിട്ട് സിനിമയിൽ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സാമ്പത്തികം എന്ന് പറയുന്നത് ഈ വെങ്കി ആക്ടിവിറ്റിയുടെ പടങ്ങളിൽ ഒരു മെയിൻ ഘടകമായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ മിക്ക സിനിമകളിലും സമ്പന്നൻ അല്ലെങ്കിൽ ഒരാളൊരു വളരെ മോശം അവസ്ഥയിൽ നിന്ന് സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടു മാറുന്ന സമയത്ത്
പല സിനിമകളിലും ഉണ്ടല്ലോ, അയാൾ ഒരു ഈവിൾ ആയിട്ടോ അല്ലെങ്കിൽ കുറച്ച് മോശക്കാരനായിട്ടോ എന്തോ മോശം കാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ളൊരു രീതിക്കാണ് പൊതുവെ കഥാപാത്രങ്ങളെ ചിത്രീകരിക്കുക. പക്ഷെ ഈ സിനിമയില് വളരെ റിച്ച് ആയിട്ടുള്ള, എന്നാൽ ആ റിച്ച്നെസ് കൊണ്ട് അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്യുന്ന എന്താണ് റിച്ച്നെസിന്റെ അല്ലെങ്കിൽ വെൽത്തിന്റെ തന്നെ ഒരു പോസിറ്റീവ് സൈഡാണ് ഈ ലക്കി ഭാസ്കറിലും. ലക്കി ഭാസ്കറിലും ആക്ച്വലി സ്റ്റാർട്ടിംഗ് ആണ്, പക്ഷെ ഈ പടത്തിൽ എക്സാക്ട്ലി കാണിച്ചു തരുന്നുണ്ട് വെൽത്ത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ സമ്പന്നനാവുന്നത് കൊണ്ട് പ്രോബ്ലംസ് എല്ലാ സ്ഥലത്തും സെയിം ആയിരിക്കും. ഈ പടത്തിന്റെ മെയിൻ കോർ എന്നൊക്കെ പറയുന്നത് ശരിക്കും മനുഷ്യബന്ധങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. ഇപ്പോൾ ബന്ധങ്ങളിൽ പുതുതായിട്ട് ചില ബന്ധങ്ങൾ ഉണ്ടാകും, ചില ബന്ധങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും, ചില ബന്ധങ്ങൾ പുതിയ ചില റിലേഷൻ ഉണ്ടായി കഴിഞ്ഞാലും നമ്മൾ എന്താണ് പാസീവായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകൾ, ഈഗോ, ഈ സ്നേഹം എന്ന് പറയുന്ന സാധനം തന്നെ നമ്മൾ ഷെയർ ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഏത് ഫാമിലിയിൽ നടക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ പൈസ ഉള്ള ഒരാള് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിന് ഒരു രീതിയുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മണി ഒരു ടൂൾ ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതാണ് ഈ സിനിമയിൽ കാണിച്ചു തരുന്നത്. എനിക്ക് ആ സംഭവം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് എല്ലാ സ്ഥലത്തും നടക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതില് ഈ സിനിമയുടെ ഒരു കോർ എന്ന് പറയുന്ന സാധനം ഇതിന്റെ സെക്കൻഡ് ഹാഫിൽ ഇന്റർവെല്ലിന് ശേഷം വരുന്നൊരു ഭാഗത്ത് നാസറിന്റെ കഥാപാത്രത്തിൽ കൂടി കാണിച്ചു തരുന്നുണ്ട്. അതായത് അനാവശ്യമായിട്ടുള്ള ഈഗോ, മനസ്സിലായില്ലേ, അത് രസകരമായിട്ടാണ്. ഇതിങ്ങനെ ഒരു ഗുണപാഠം പോലെ ഒന്നുമല്ല, വളരെ സിറ്റുവേഷനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്ത് നല്ല രസകരമായിട്ടാണ് ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. നാസറിന്റെ ആ ഒറ്റ കഥാപാത്രത്തിൽ കൂടി കാണിച്ചു തരുന്നുണ്ട് എന്താണ് ശരിക്കുള്ള പ്രശ്നം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും കുറച്ച് സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെട്ട ഒരാളാണെങ്കിൽ അയാൾക്ക് എത്ര ഈസി ആയിട്ട് ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യമാണ് ഈ സിനിമയിൽ ഉടനീളം പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിലെ സൂര്യയുടെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ള രാധിക ശരത് കുമാറിന്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. അതായത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടി എന്താണ് ഫോർവേഡ് ആയിട്ടുള്ള, കുറച്ചുകൂടി മെച്ചൂർ ആയിട്ടുള്ള ഒരു അമ്മ കഥാപാത്രമാണ്. കാര്യങ്ങളെ കുറച്ചുകൂടി ഓപ്പൺ മൈൻഡഡ് ആയിട്ട് കാണുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് അവര് ആ കഥാപാത്രം പെർഫോം ചെയ്തിട്ടുള്ളത്. അതിൽ അവരുടെ റിലേഷൻ, അതായത് സൂര്യയുടെ അച്ഛനും ഈ അമ്മയും തമ്മിലുള്ള റിലേഷനിൽ പോലും അവർ പല കാര്യങ്ങളും കുറച്ചുകൂടി ഓപ്പൺ ആയിട്ടും കുറച്ചുകൂടി പുരോഗമനപരമായിട്ട് അവർ ഡീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ മകൻ ഒരു അഡൾട്ട് ആയിട്ട് വരുന്ന സമയത്ത് ആ കുട്ടിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ അയാളൊരു ചെറുപ്പക്കാരനാവുന്ന സമയത്ത് ഓക്കെ ബയോളജിക്കലി അയാൾക്ക് ഉണ്ടാകുന്ന കുറച്ച് നീഡ്സും കാര്യങ്ങളൊക്കെ അവരത് അംഗീകരിച്ച് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുള്ള രീതിയിൽ തന്നെ അംഗീകരിച്ചു പോകുന്നുണ്ട്. പിന്നെ ഇതിൽ ഈ സൂര്യയും അദ്ദേഹത്തിന്റെ അമ്മയും, അതായത് സഞ്ജയും ഈ അമ്മയും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഒരു ഭയങ്കര തീവ്രമായിട്ടുള്ള ഒരു സീൻ ഉണ്ട്. അതായത് ഇവര് മരിച്ചു പോയതിനു ശേഷം ഇവരുടെ ഫോണിലെ കോൾ ലോഗ് ഇയാള് ചെക്ക് ചെയ്യുന്ന ഒരു സീൻ ഉണ്ട് കേട്ടോ. അത് ഭയങ്കര ഇമോഷണലി ടച്ചിങ് ആയിട്ടുള്ള ഒരു സീനായിരുന്നു. മിക്ക ആൾക്കാർ സിനിമ കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ട് ഞാൻ പറയാം, അതില് ഈ അമ്മ ഈ ഫോണിൽ നിന്ന് വിളിച്ചത് ഈ ചെക്കനെ മാത്രമാണ്, അതായത് സൂര്യയുടെ കഥാപാത്രത്തിനെ മാത്രമാണ്. വേറെ ഒരു നമ്പരും ഒന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. സോ സിനിമയിൽ എവിടെയും ഇവർ തമ്മിലുള്ള ഒരു അമ്മ പാസം ഒന്നും കാണിക്കുന്നില്ല എങ്കിൽ പോലും ഉണ്ടല്ലോ, ആ പെണ്ണുങ്ങൾ എത്രത്തോളം ഒറ്റപ്പെട്ടാണ് ആ വീട്ടിൽ ജീവിച്ചിരുന്നതെന്ന് കൃത്യമായിട്ട് കാണിക്കുന്നത്. അതായത് സമ്പത്തുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ അയാൾ എത്രത്തോളം ലോൺലി ആയിരുന്നു എന്ന് കാണിച്ചു തരുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. അതൊക്കെ നല്ല ടച്ചിങ് ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു. എനിക്ക് പൊതുവെ ഇഷ്ടപ്പെട്ടു. ഇത് കുറച്ചുകൂടി നല്ല മെച്ചൂർ ആയിട്ടുള്ള ഒരു ഓഡിയൻസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അടിപൊളിയായിരിക്കും. എന്നാലും ഫാമിലി ഓഡിയൻസ് ഒക്കെ അത്യാവശ്യം തിയേറ്ററിൽ ഉണ്ടായിരുന്നു. പിന്നെ മമിതയുടെ ക്യാരക്ടർ അത്യാവശ്യം സൂര്യയുടെ ക്യാരക്ടർ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ഈ സിനിമ ശരിക്കും ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ മാഡി എന്ന് പറയുന്ന കഥാപാത്രമാണ്. വെറുപ്പിക്കാതെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവരുടെ ഫിലിമോഗ്രഫിയിൽ തന്നെ നോട്ടബിൾ ആയിട്ടുള്ള ഒരു കഥാപാത്രമായിരിക്കും ഈ സിനിമയിലെ മാഡി എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയുള്ള എല്ലാ കഥാപാത്രങ്ങളും അത്യാവശ്യം നീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പാട്ട് വലിയ കുഴപ്പമില്ല, പക്ഷെ ആദ്യത്തെ ഒരു ഫൈറ്റ് അടിപൊളിയായിരുന്നു. പക്ഷെ രണ്ടാമത്തെ ഇന്റർവെല്ലിന് ശേഷം വരുന്നൊരു ഫൈറ്റ് അത് കുറച്ചുകൂടി അവർക്ക് ശ്രദ്ധിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ ഈ പടത്തിൽ എനിക്ക് പോസിറ്റീവായി തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സൂര്യയുടെ ഫാമിലിയിൽ തന്നെ വരുന്ന അതായത് ഇയാളുടെ അച്ഛന്റെ മറ്റൊരു ഫാമിലിയുടെ ഒരു സ്റ്റോറി കൂടി കാണിക്കുന്നുണ്ട്. അവിടെ എനിക്ക് പറയണം തോന്നിയൊരു കാര്യം, മിക്ക സിനിമകളിലും ഇപ്പൊ ഈ അച്ഛൻ കഥാപാത്രങ്ങൾക്ക് മറ്റേതെങ്കിലും ഒരാളുമായിട്ട് ഒരു എക്സ്ട്രാ അഫെയറോ അല്ലെങ്കിൽ അയാൾക്ക് വേറൊരു ഫാമിലി ഒക്കെ ഉണ്ടെങ്കിൽ അതെന്തോ കുറച്ച് ഈവിൾ ആയിട്ടോ അല്ലെങ്കിൽ അവരെന്തോ ഒരു വില്ലന്മാരൊക്കെ ആയിട്ടായിരിക്കും കാണിക്കുന്നത്. പക്ഷെ ഈ സിനിമയിലും സോഷ്യലി ഇങ്ങനെയുള്ള ചില ബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സമൂഹം ഏത് രീതിയിലാണ് അതെല്ലാം നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഫാമിലിയോടുള്ള അവരുടെ ഒരു അവരെ കാണുന്ന ഒരു രീതിയുണ്ട്. അതൊക്കെ ഈ സിനിമയിൽ കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പക്ഷെ അതെവിടെ ഒരു ബോധവൽക്കരണം പോലെയോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ തോന്നൂല, ഇങ്ങനെ എടുത്തു കാണിക്കുന്ന പോലെയൊക്കെ തോന്നില്ല. വളരെ സബ്റ്റിലായിട്ട് നീറ്റ് ആയിട്ട് തന്നെ എഴുതി പോയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഒരു ഭാഗത്തു നിന്ന് ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല മറ്റേ ഫാമിലിയുടെ കാര്യം എന്നത് കൂടി ഈ സിനിമയിൽ വളരെ വൃത്തിയായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ആ കഥാപാത്രവും
അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ആർട്ടിസ്റ്റിന്റെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ അവന്റെ മകളായിട്ട് അഭിനയിച്ചിട്ടുള്ള, അതായത് സൂര്യയുടെ സ്റ്റെപ്പ് സിസ്റ്റർ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള പെൺകുട്ടിയും അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നു. നമ്മൾ സ്ഥിരം തമിഴ് സിനിമയിൽ കാണുന്ന ഈ തങ്കച്ചി പാസം അല്ലെങ്കിൽ അമ്മ പാസം അതുപോലൊന്നുമല്ല, കുറച്ചുകൂടി മെച്ചൂർ ആയിട്ട് മറ്റൊരു ആംഗിളിലാണ് ഈ സിനിമ പറഞ്ഞു വെച്ചിട്ടുള്ളത്. പിന്നെ ഓഫ് കോഴ്സ് സൂര്യയും മമിതയും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകളൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അത് നമ്മുടെ ഈ ഡയറക്ടർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഗജിനി എന്ന് പറയുന്ന മൂവിയില്ലേ, അതിൽ അസിൻ സൂര്യ കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഏകദേശം അതിന്റെ ചില മെമ്മറീസ് എല്ലാം നമുക്ക് ഓർമ്മ വരും. എവിടെയൊക്കെയോ ഫ്ലാഷ് ബാക്ക് നമുക്ക് ഓർമ്മ വരും. ഞാൻ എന്റെ ചെറുപ്പത്തിൽ കണ്ട സിനിമയാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്തായാലും ആ ഒരു ഇതുണ്ടാവുമല്ലോ, സൂര്യയുടെ ഗജിനി എന്ന് പറയുന്ന മൂവിയിലെ ആ ഒരു അസിനും സൂര്യൻ തമ്മിലുള്ള കോമ്പിനേഷൻ സീനൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത സീനാണ്. പക്ഷെ അതിന്റെ ഒരു എക്സാക്ട് റിപ്ലിക്ക ഒന്നും അല്ലെങ്കിൽ പോലും വേറൊരു വേർഷനിലുള്ള കോമ്പിനേഷൻ തന്നെയാണ് ഈ പടത്തിൽ അവർ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത്. നൈസ് ആയിട്ടുള്ള ഒരു പടമാണ്, ഫാമിലി ആയിട്ട് കണ്ടിരിക്കാൻ വേണ്ടി പറ്റുന്ന, കുറച്ചുകൂടി മെച്ചൂർ ആയിട്ടുള്ള ഒരു ഓഡിയൻസിനെ ഡിസർവ് ചെയ്യുന്ന ഒരു മൂവിയാണ്. കിടിലൻ പടം കേട്ടോ. പിന്നെ ഈ പടത്തിലെ ഈ സൊറോഗസി മദർഹുഡ് എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും നമ്മൾ എന്താണ് ഇന്ത്യയിൽ അതിന് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങളെല്ലാം വളരെ കുറവായതുകൊണ്ട് തന്നെ ഇവർ ലീഗലായിട്ട് പറയുന്ന പല കാര്യങ്ങളും ഓക്കെയാണ്. അതുകൊണ്ടാണ് നമുക്ക് ലോജിക്കലി എവിടെ ഒരു കൺഫ്യൂഷൻ ഒന്നും തോന്നില്ല. ലോജിക്കലി ഒരു സ്ഥലത്ത് പോലും നമ്മൾ അങ്ങനെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരില്ല. അതാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത്. മോർ ഓവർ സമ്പത്ത് അല്ലെങ്കിൽ വെൽത്ത് റിച്ച്നെസ് എന്നൊക്കെ പറയുന്നത് ഒരു സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഏത് രീതിയിൽ കുറച്ചുകൂടി ബെറ്റർ ആക്കി മാറ്റുന്നു എന്ന് കൂടി വെങ്കിയേറ്റിലൂരി ഈ പടത്തിലും പറയുന്നുണ്ട്. എക്സാക്ട്ലി ലൈക്ക് നമ്മുടെ ലക്കി ഭാസ്കറിൽ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ വളരെ ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു ഫാമിലി മൂവി ആയിരുന്നു വിശ്വനാഥ് ആൻഡ് സൺസ്. നല്ല പടം കേട്ടോ, നൈസ് ആയിട്ടൊരു പടം, കുഴപ്പമൊന്നുമില്ല.